ഹായ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എല്ലാവർക്കും കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ ജനറൽ PSC ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കറിയാം, ഈ വർഷം വരാനിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എക്സാം ആണ് നമ്മുടെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറയുന്ന എക്സാം. അപ്പം ആ ഒരു എക്സാമിൻ്റെ പഠനം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുവെന്ന് വിചാരിക്കുന്നു. ഇനിയും പഠനം തുടങ്ങാത്തവരോടാണ് പറയുന്നത്, കാരണം അത്യാവശ്യം നിയമനങ്ങൾ നടക്കുന്ന ഒരു ഏരിയ, അതൊരു എക്സാം തന്നെയാണ് നമ്മുടെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറയുന്ന എക്സാം. കൃത്യമായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനോടുകൂടി, ഒരു സ്ട്രാറ്റജിയോടുകൂടി പഠിക്കുവാണ് എങ്കിൽ നിങ്ങൾക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് ആ സിലബസ് കംപ്ലീറ്റ് ചെയ്യുവാനും, ചുരുങ്ങിയ സമയം കൊണ്ട് റിവിഷൻ ചെയ്യാനും, ചുരുങ്ങിയ സമയം കൊണ്ട് കൂടുതൽ എക്സാമുകൾ പ്രാക്ടീസ് ചെയ്യാനുമെല്ലാം സമയം കിട്ടും. അപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു സ്റ്റഡി പാറ്റേൺ അല്ലെങ്കിൽ ഒരു സ്റ്റഡി പ്ലാൻ അല്ലെങ്കിൽ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഇന്നിവിടെ നമ്മുടെ ബാച്ചിലെ കുട്ടികൾക്ക് നൽകുന്ന ടൈം ടേബിളുകൾ എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ പറയാനായിട്ട് പോകുന്നത്. നമുക്കറിയാം, നമ്മളൊരു 60 ദിവസത്തെ ടൈം ടേബിളാണ് നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നത്. 60 ദിവസം ഓരോ ദിവസവും ഓരോ ടാസ്ക് പോലെയാണ് കൊടുക്കുന്നത്. ഡേ 1 ടാസ്ക്, ഡേ 2 ടാസ്ക്, ഡേ 3 ടാസ്ക്. അങ്ങനെ ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ സ്റ്റുഡൻസിൻ്റെ പ്രധാനപ്പെട്ട ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ്റെ ഫസ്റ്റ് ഡേ 1 നമ്മൾ കൊടുക്കുന്ന ടാസ്ക് അല്ലെങ്കിൽ ടൈം ടേബിൾ എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ ബയോളജി, അവിടെ ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും സാംക്രമിക രോഗങ്ങളും രോഗകാരിയും ജീവിതശൈലി രോഗങ്ങൾ അല്ലെ, ഈ ടോപ്പിക്കുകളാണ് നമ്മൾ ബയോളജിയിൽ നിന്ന് ഡേ 1 ആദ്യമായിട്ട് പഠിക്കുന്നത്. നമുക്കറിയാം, കൂടുതൽ ചോദ്യം വരുന്ന ഒരു ഏരിയ ആണ് സാംക്രമിക രോഗങ്ങളും രോഗകാരികളും അതുപോലെ തന്നെ ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ടോപ്പിക്ക് ഡേ 1 പഠിക്കുന്നു. അതുമാത്രമല്ല, അതോടൊപ്പം എക്കണോമിക്സിലെ പഞ്ചവത്സര പദ്ധതികൾ, പ്ലാനിംഗ് കമ്മീഷൻ, ആ 2 ടോപ്പിക്കുകളും പഠിക്കാനായിട്ട് കൊടുക്കുന്നു. ഇംഗ്ലീഷിലാണ് എങ്കിൽ അവിടെ ആർട്ടിക്കിളും അതേപോലെ സിംഗുലർ ആൻഡ് പ്ലൂറൽ നൗണുകളും, ഇത്രയും ടോപ്പിക്കുകളാണ് നമ്മൾ ഡേ 1 കുട്ടികൾക്ക് കൊടുക്കുന്ന ടാസ്ക്. ഇവരെ ഈ ടാസ്ക് അനുസരിച്ച് നമ്മുടെ ആപ്പിലെ ക്ലാസ്സുകൾ കണ്ട് നോട്ടുകൾ എഴുതി കൃത്യമായിട്ട് പഠിക്കുക എന്നുള്ളതാണ് അവർ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഡേ 1 കഴിയുന്നു. അടുത്ത നമ്മൾ ഡേ 2 വരുന്നു. ഡേ 2 നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു ഒരു ടോപ്പിക്കുകൾ. ആ ടോപ്പിക്കിനെ ബേസ് ചെയ്തുള്ള SCRT ചാപ്റ്ററുകളാണ് നമ്മൾ ഡേ 2 പഠിക്കുന്നത്. നമുക്കറിയാം, PSC പോലൊരു എക്സാമിന് SCRTയുടെ ഇമ്പോർട്ടൻസ് എന്താണ് എന്ന് ഞാനിങ്ങനെ എടുത്ത് പറയേണ്ട ആവശ്യമില്ല അല്ലേ. SCRTക്ക് വളരെയേറെ ഇമ്പോർട്ടൻസ് ഉണ്ട്, കാരണം SCRT ബേസ് ചെയ്താണ് കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത്. അപ്പോൾ നമ്മൾ ടോപ്പിക്ക് പഠിക്കുന്നതിനോടൊപ്പം അത് റിലേറ്റഡ് ആയിട്ടുള്ള SCRT 2ാമത്തെ ദിവസം പഠിക്കുന്നു. കണ്ടോ, അകറ്റി നിർത്താം രോഗങ്ങളെ, അതുപോലെ അകറ്റി നിർത്താൻ രോഗങ്ങളെ, പ്രതിരോധത്തിന്റെ കാവലയാളുകൾ തുടങ്ങിയ ബയോളജിയിലെ സാംക്രമിക രോഗങ്ങൾ, രോഗകാരികൾ എന്ന് പറയുന്ന ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്ത ടോപ്പിക്കുകളാണ് ഡേ 2 നമ്മൾ SCRTയിൽ പഠിക്കുന്നത്. എക്കണോമിക്സിലെ സാമ്പത്തിക ചിന്തകൾ, ഇന്ത്യയും സാമ്പത്തിക ആസൂത്രണവും എന്ന് പറയുന്ന ചാപ്റ്ററുകൾ നമ്മൾ 2ാമത്തെ ദിവസം പഠിക്കുന്നു. പിന്നെ മാത്സ് എന്ന് പറയുന്ന ടോപ്പിക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഏറ്റവും ബേസ് മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു, സംഖ്യകളും അടിസ്ഥാന ക്രിയകളും. അതാണ് നമ്മൾ ഡേ 2 പഠിക്കുന്നത്. ഇനി ഡേ 3 വരുമ്പോൾ ഡേ 3 വീണ്ടും ബയോളജിയിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ, പരിസ്ഥിതിയും പ്രശ്നങ്ങളും, ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട 1 മാർക്കിനുള്ള ചോദ്യങ്ങൾ വരുന്നതാണ്. അപ്പോൾ അതിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മൾ ഡേ 3 പഠിക്കുന്നു. പിന്നെ നമ്മൾ വീണ്ടും സയൻസിലേക്ക്, ഫിസിക്സിലേക്ക് കടക്കുന്നു. അവിടെ ഏറ്റവും കൂടുതൽ ചോദ്യം വരുന്ന ഏരിയ ആയിട്ടുള്ള പ്രവൃത്തി, പവർ, ഊർജം, അതിൻ്റെ പ്രോബ്ലംസും ഉത്തോലകങ്ങളും വിവിധ തരം ഉത്തോലകം. ഈ ഉത്തോലകങ്ങൾ ആക്ച്വലി ഈ ഒരു ടൈമിൽ കൂടുതലായിട്ട് ചോദ്യങ്ങൾ വന്ന് കാണുന്നില്ല, പക്ഷേ പണ്ട് കുറേ ചോദ്യങ്ങൾ വന്ന ഏരിയ ആയിരുന്നു ഉത്തോലകങ്ങൾ. ഇപ്പോൾ ആ ഒരു ഏരിയയിൽ നിന്ന് ചോദ്യങ്ങൾ വന്ന് കാണുന്നില്ല. ഇപ്പോൾ കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത് ഈ പ്രവൃത്തി, പവർ, ഊർജ്ജം എന്ന് പറയുന്ന ഏരിയ നിന്നാണ് കൂടുതലും ഫിസിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വരുന്നത്. അപ്പോൾ ഇത് ബേസിക് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് വരുന്നത്. അപ്പോൾ ആ ഒരു ലെവലിൽ ബേസിക് ആയിട്ടുള്ള പഠന സ്ട്രാറ്റജി ഈ ഒരു ടോപ്പിക്കിന് കൊടുത്താൽ മതി. അങ്ങനെ ഡേ 3 നമ്മൾ കൊടുക്കുന്ന ടാസ്ക് അത് പഠിക്കുക. ഡേ 4 വരുന്നു. ഡേ 4 നമ്മൾ പഠിച്ച ഫിസിക്സിന്റെ ടോപ്പിക്കിനെ റിലേറ്റ് ചെയ്തുള്ള SCRTകളാണ് നമ്മൾ ഡേ 4 പഠിക്കേണ്ടത്. ഓക്കെ അല്ലെ. നമ്മൾ ആ പഠിച്ച ടോപ്പിക്കിന് അളവുകളും യൂണിറ്റുകളും, പ്രവൃത്തി, പവർ, ഊർജ്ജം, SCRT ടെക്സ്റ്റ് അല്ലെ, ഊർജ്ജത്തിന്റെ ഉറവകൾ, മാറ്റത്തിന്റെ പൊരുൾ, ഊർജ്ജ പരിപാലനം തുടങ്ങിയ ടോപ്പിക്കുകളാണ് ഡേ 4 നമ്മൾ പഠിക്കുന്നത്. ഇനി ഡേ 5 വരുമ്പോൾ ഡേ 5 നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഭരണഘടന നിർമ്മാണ സമിതി, അതുപോലെ ആമുഖം, പൗരത്വം തുടങ്ങിയ ടോപ്പിക്കുകൾ ഡേ 5 പഠിക്കുന്നു. ഇംഗ്ലീഷിന്റെ അടുത്ത പാർട്ട് യൂസ് ഓഫ് പ്രൈമറി ഓക്സിലറി വെർബ് ആൻഡ് ഫ്രൈസൽ വെർബ് തുടങ്ങിയ ടോപ്പിക്കുകൾ നമ്മൾ ഡേ 5 പഠിക്കുന്നു. അപ്പോൾ ഓരോ ദിവസവും ഓരോ ടോപ്പിക്കുകൾ, ഓരോ ടാസ്കുകളായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് തരികയാണ് അല്ലേ. ഇനി ഡേ 6 ആകുമ്പോൾ ഡേ 6 നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിച്ചിരുന്നു. ആ കോൺസ്റ്റിറ്റ്യൂഷനെ ബേസ് ചെയ്തുള്ള SCRT ആണ് നമ്മൾ ഡേ 6 പഠിക്കുന്നത്.
അതേപോലെ കറണ്ട് അഫയേഴ്സ് നമുക്കറിയാം, നമ്മുടെ മുമ്പായിരുന്നെങ്കിൽ നമുക്ക് അസിസ്റ്റന്റ് സെയിൽസ്മാൻ സ്പെഷ്യൽ ടോപ്പിക്സ് ഉണ്ടായിരുന്നു. അത് മാറ്റിയാണ് നമുക്ക് പ്രധാനമായിട്ടും കറണ്ട് അഫയേഴ്സ് 20 മാർക്കിന് വന്നിട്ടുള്ളത്. അപ്പോൾ കറണ്ട് അഫയേഴ്സിന്റെ ഇമ്പോർട്ടൻസ് എടുത്ത് പറയേണ്ട 20 മാർക്ക് അടുത്താണ് കറണ്ട് അഫയേഴ്സിന് വരുന്നത്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും 2024 അതിന് മുമ്പ് വരെയും അല്ലെങ്കിൽ അതിന് ശേഷം വരുന്ന കറണ്ട് അഫയേഴ്സുകൾ കൃത്യമായിട്ട് പഠിക്കണം. പിന്നെ കറണ്ട് അഫയേഴ്സുകൾ പഠിക്കുക, പുരസ്കാരങ്ങൾ, അന്തർദേശീയ പുരസ്കാരങ്ങൾ തുടങ്ങിയ ടോപ്പിക്കുകൾ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ട് ഡേ 6 പഠിക്കുക. പിന്നീട് മാത്സിൽ നമ്മൾ സംഖ്യകളും അടിസ്ഥാന ക്രിയകളും നമ്മൾ ഓൾറെഡി പഠിച്ചിരുന്നു. അടുത്ത ടോപ്പിക്കുകൾ ശ്രേണികൾ, സംഖ്യാശ്രേണികൾ, അക്ഷര ശ്രേണികൾ, മെന്റൽ എബിലിറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്ത ടോപ്പിക്കുകൾ നമ്മൾ ഡേ 6 പഠിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഡേ 6 വരെ ആയപ്പോൾ കുറച്ച് ടോപ്പിക്കുകൾ നമ്മൾ പഠിച്ചു അല്ലേ. അപ്പം അത് ഡേ 6 6ാമത്തെ ദിവസം ആകുമ്പോൾ എന്ത് ചെയ്യും, ഈ പഠിച്ച ടോപ്പിക്കുകൾ നമ്മൾ മറന്നുപോകും അല്ലേ. മറവി സ്വാഭാവികമാണ്, നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ മറന്നുപോകും അല്ലെ. ഇന്ന് പഠിച്ച കാര്യങ്ങൾ നമ്മൾ നാളെ മറന്നുപോകും അല്ലേ. നാളെ പഠിക്കുന്ന ആ കാര്യങ്ങൾ നമ്മൾ മറന്നുപോകും. മറവി നമുക്ക് സ്വാഭാവികമാണ്. അപ്പോൾ നമ്മൾ ഈ മറവിയെ മറികടക്കാനായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് റിവിഷൻ അനിവാര്യമാണ്. അപ്പോൾ നമ്മൾ ഈ 6 ദിവസം പഠിച്ച കാര്യങ്ങൾ 7ാമത്തെ ദിവസം നമ്മൾ എന്ത് ചെയ്യുകയാണ്, റിവിഷൻ ചെയ്യുകയാണ്. 7ാമത്തെ ദിവസം നിങ്ങൾക്ക് റിവിഷൻ ഡേ ആയിട്ട് തരികയാണ്. ഈ റിവിഷൻ ഡേയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതുവരെ പഠിച്ച കാര്യങ്ങൾ പ്രോപ്പറായിട്ട് റിവൈസ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതുമാത്രമല്ല, ഈ റിവിഷൻ ഡേയിൽ ഇതുവരെ പഠിച്ച കാര്യങ്ങളെ ബേസ് ചെയ്ത് പ്രീവിയസ് ഇയർ ചോദ്യങ്ങളുമായിട്ട് ബേസ് ചെയ്ത് ഒരു വീക്ക്ലി എക്സാം നിങ്ങൾക്ക് ഉണ്ടാവും. ഓക്കെ അല്ലേ. അപ്പം ഇതാണ് ഈ ഒരു ടൈം ടേബിളാണ്. ഇത് 7 ദിവസത്തെ ടൈം ടേബിളാണ്. ഇത്തരത്തിൽ 60 ദിവസം കൊണ്ട് സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു ടൈം ടേബിളാണ് നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നത്. 60 ദിവസം കൊണ്ട് കൃത്യമായിട്ട് സിലബസ് കംപ്ലീറ്റ് ചെയ്യുക, കൃത്യമായിട്ട് റിവിഷൻ നടത്താം, കൃത്യമായിട്ട് എക്സാം അറ്റൻഡ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, നമ്മുടെ സിലബസ് നമുക്ക് കവറപ്പ് ചെയ്യാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഈ ടൈം ടേബിൾ ബേസ് ചെയ്തുള്ള പഠനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഓക്കെ, അപ്പോൾ ഇതേ നോക്കിക്കൊള്ളുക. നിങ്ങൾ ഇത്തരത്തിൽ ടൈം ടേബിൾ ബേസ് ചെയ്തൊരു പഠനം ആണ് ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പുതിയൊരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അസിസ്റ്റന്റ് സെയിൽസ്മാൻ്റെ പുതിയൊരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഈ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ എന്ത് ചെയ്യുക, താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. കൃത്യമായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനോട് കൂടി പഠിച്ച് നമുക്ക് എന്ത് ചെയ്യാം, മുന്നേറാം. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.